എഡ്യൂക്കേഷൻ്റെ ആക്സസിബിലിറ്റി ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ എലീറ്റായിട്ടുള്ള ഒരുപാട് ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടെത്തുന്ന ആൾക്കാർക്ക് മാത്രം ഉണ്ടായിരുന്നതായിരുന്നെങ്കിൽ പിന്നീട് ഈ മൂക്കൊക്കെ വരുന്ന ആ കോൺസെപ്റ്റൊക്കെ വരുന്ന സമയത്ത് അത് ഓപ്പൺ കോഴ്സസിലേക്ക്, ഓൺലൈൻ ഓപ്പൺ കോഴ്സസിലേക്കൊക്കെ വലുതായിട്ട് വലിയ യൂണിവേഴ്സിറ്റികൾ തന്നെ ഇപ്പോൾ ഓക്സ്ഫോർഡോ സ്റ്റാൻഫോർഡോ അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെ തുറന്നു കൊടുക്കേണ്ടായി. അങ്ങനെ തുറന്നു കൊടുക്കപ്പെട്ടിട്ടും ഒരു സാധാരണ മനുഷ്യന് പലപ്പോഴും അത്തരം കോഴ്സസിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്നുകിൽ ഡിജിറ്റൽ ആക്സസിബിലിറ്റി ഇല്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരം ഒരു കോഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെന്നുള്ള ധാരണ ഇല്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോഴ്സിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു വശത്ത് തിയററ്റിക്കലി ഇത് ഓപ്പൺ ആണെങ്കിൽ കൂടിയും പ്രാക്ടിക്കലി ഇത് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു തലത്തിൽ മാത്രം മാറ്റമുണ്ടായാൽ കാര്യമില്ല. ഇത് എല്ലാ തലത്തിലും ഈ പറയുന്ന ആക്സസിബിലിറ്റി കൊണ്ടുവന്നേ പറ്റൂ. അവിടെയാണ് സാറ് പറഞ്ഞ ആ ഒരു നയരൂപീകരണ തലത്തിലോ അല്ലെങ്കിൽ ഒരു വലിയ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള എല്ലാ ഘടകങ്ങൾക്കകത്തും ഈ മാറ്റം വേണമെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു മാറ്റം കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു നയരൂപീകരണ തലത്തിൽ ചിന്തിക്കപ്പെടുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോറമോ സിസ്റ്റങ്ങളോ ഡിബേറ്റുകളോ ഒക്കെ നടക്കുന്നുണ്ടോ? ലിമിറ്റഡ് ആണ്. അത് താങ്കൾ പറഞ്ഞത് വളരെ വളരെ ശരിയായ കാര്യമാണ്. കാര്യം ഇത്രയും നമുക്ക് ആക്സസിബിലിറ്റി ഉണ്ടെങ്കിലും നമ്മളത് എത്രമാത്രം യൂസ് ചെയ്തു എന്നത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിന് എപ്പോഴും നമ്മൾ പറയുന്ന എക്സ്ക്യൂസ് ഇത് ആക്സസ് ചെയ്യാനുള്ള ടെക്നോളജി അല്ലെങ്കിൽ അവർക്ക് ഡിവൈസ് ഇല്ല എന്നുള്ളതാണ്. വിച്ച് ഈസ് ആക്ച്വലി നോട്ട് ട്രൂ. ഇന്നിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ എത്ര ആൾക്കാർ ഫിഫ വേൾഡ് കപ്പ് കണ്ടു എന്ന് ചോദിച്ചാൽ മതി. മിക്കവാറും 90% കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വളരെ റിമോട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരും ഉപയോഗിച്ച് കാണും. അപ്പോൾ സാങ്കേതിക വിദ്യ ഇല്ലാത്തതോ അല്ലെങ്കിൽ ടെക്നോളജി ഇല്ലാത്തതോ അല്ല കാരണം. അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവാം. ചിലപ്പോൾ നെറ്റ്വർക്ക് കണക്ഷനോ ഇല്ലാത്ത. പക്ഷേ ഈ പ്രൊവൈഡേഴ്സ് പലരും ഇപ്പോൾ വളരെയധികം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതിനെ വളരെ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, പിന്നെ കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല മൊബൈൽ പെനിട്രേഷനുള്ള നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപക്ഷെ മറ്റ് ചില സംസ്ഥാനങ്ങൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞത് ശരിയായിരിക്കാം. കേരളത്തിൽ അതല്ല പ്രശ്നം. രണ്ടാമത് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ആണ്. ഈ അവയർനെസ് ശരിയാണ്, ഒരു പരിധിവരെ ഈ അവയർനെസ് ഇല്ല എന്നാണ്. പക്ഷെ അതിന് കാരണം ഈ അവയർനെസ് കൊടുക്കേണ്ട പല സ്ഥലങ്ങളിലും ഇത് കൊടുക്കുന്നില്ല എന്നതാണ്. ഇതിനേക്കാളൊക്കെ ഉള്ളത് ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ ഉണ്ട്. അതായത് ഈ നമ്മുടെ വിദ്യാർത്ഥിയെടുത്ത് ഒരിക്കലും എൻ്റെ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കോളേജിൻ്റെ പുറത്തുള്ളത് പഠിക്കുവാൻ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇൻഫാക്റ്റ് റെക്കമെൻഡ് ചെയ്യില്ല എന്ന് മാത്രമല്ല, ചെയ്യരുത് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. ഞാനെപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, കേരളത്തിൽ ചോയ്സ് ബേസ്ഡ് കരിക്കുലം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ക്രെഡിറ്റ് സിസ്റ്റം. പക്ഷെ ചോയ്സ് അധ്യാപകൻ്റെ ആയിരുന്നു, വിദ്യാർത്ഥിയുടെ ചോയ്സ് അല്ല. അപ്പോൾ ഞാൻ ലിറ്ററേച്ചറാണ് പഠിക്കുന്നതെങ്കിൽ എനിക്ക് അതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ വേറൊരു ഫിലോസഫിയിലെ കോഴ്സ് പോയി ചെയ്യാം. പക്ഷേ MA അല്ലെങ്കിൽ ആ ലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കില്ല. അവർ പറയും നിങ്ങൾ ഇവിടെയുള്ള ചോയ്സ് മാത്രം എടുത്താൽ മതി എന്ന് പറയും. ഇതിന് അധ്യാപകരെയോ അല്ല കുറ്റം പറയേണ്ടത്, ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. എന്താണ് സിസ്റ്റത്തിൻ്റെ കുഴപ്പം? അധ്യാപകരുടെ ലോഡും നമ്പറും ഡിസൈഡ് ചെയ്യുന്നത് എത്ര കുട്ടികൾ പഠിക്കുന്നു എന്ന് വെച്ചിട്ടാണ്. ഇത് മാറേണ്ട ആവശ്യമുണ്ട്. ഇത് മാറുന്നുള്ള കുറേ ഡിസ്കഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് പൊസിഷൻ ഉണ്ടാവുള്ളൂ, എൻ്റെ കോളേജിൽ എൻ്റെ സബ്ജക്റ്റിൽ ഇത്രയും കുട്ടികളുണ്ടെങ്കിലേ ഉള്ളൂ എന്ന രീതിയിൽ വർക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രശ്നമുണ്ട്. വേൾഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആ സ്ട്രിക്റ്റിൽ നിന്ന് മാറി. നോബഡി ഈസ് ആക്ച്വലി നോ സ്പീക്കിംഗ് അബൌട്ട് സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യോ. പക്ഷെ നമ്മളിപ്പോഴും അതാണ് പറയുന്നത്. നമ്മളൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര വിദ്യാർത്ഥി ഉണ്ടാവണം. പക്ഷെ അധ്യാപകന് വേറെ ഒരുപാട് റോൾസ് ഉണ്ട്, അതെല്ലാം ഡിസ്കൗണ്ട് ചെയ്യാണ്. ഇതാണ് ശരിക്ക് കാതലായ പ്രശ്നം. അപ്പോൾ അവിടെ വരുന്നത് എന്താണ്, ഒരു സ്കിൽ ബേസ്ഡ് കോഴ്സ് ആയപ്പോലും കോളേജ് ഒരിക്കലും പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് സ്കിൽ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. കാരണം അവരുടെ വർക്ക് ലോഡ് കുറയും. വർക്ക് ലോഡ് കുറയുമ്പോൾ അവരുടെ പൊസിഷൻസ് പോകും. ചിലപ്പോൾ അവർക്ക് ജോലി പോയില്ലായിരിക്കാം, പക്ഷെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നീട് ആളെ കിട്ടില്ല. ഇത് നമ്മൾ ഈ ഫിയർ ആണ് നമ്മൾ മാറ്റേണ്ടത്. ഈ ഫിയർ മാറ്റിയാലേ ഈ അഡോപ്ഷൻ, അല്ലാതെ ആൾക്കാർ പ്രശ്നമായതുകൊണ്ടോ ഒന്നുമല്ല. മെനി ഓഫ് ദ പ്രൊഫസേഴ്സ് ആർ റിയലി ഗുഡ്. അപ്പോൾ അതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ ഡ്യൂറിങ് ദിസ് കോവിഡ് വി ഹാവ് ക്രിയേറ്റഡ് എ തിങ് കോൾ ഡിജികോൾ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു LMS പ്ലാറ്റ്ഫോമാണ്. ആ ഡിജികോളിൽ അധ്യാപകർക്ക് ഓൺലൈൻ കോഴ്സുകൾ ഡെവലപ്പ് ചെയ്ത് ഇടാം. നമുക്ക് സർപ്രൈസിങ് ആയിരുന്നു, വളരെ വളരെ റിമോട്ട് ഏരിയയിലുള്ള ചില അധ്യാപകർ പോലും വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള കോഴ്സുകൾ ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു.
നമ്മളിപ്പോൾ സ്റ്റാൻഫോർഡിൻ്റെ MIT കുറിച്ചൊക്കെയാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അധ്യാപകർ ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം അവർക്ക് അവരുടെ കേപ്പബിലിറ്റിയേ അല്ല അവർക്ക് ഈ ഫിയർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും കുട്ടികൾ ഇല്ലെന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ദ പൊസിഷൻസ്. ആ ഫിയർ നമ്മൾ മാറ്റണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ ഇങ്ങനത്തെ കുറച്ച് സിസ്റ്റമിക് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അത് മാറിക്കഴിഞ്ഞാൽ ഇൻഫാക്ട് വി ക്യാൻ ആക്ച്വലി മേക്ക് എ ബിഗ് ഡിഫറൻസ്. അല്ലാതെ ഇതൊരു ടിപ്പിക്കൽ പറയുന്നല്ലോ, ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇൻഡസ്ട്രി റിലവൻ്റ് അല്ല, അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നാട് വിട്ടു പോകുന്നത്. വിച്ച് ഇസ് ഓൾ ആക്ച്വലി ഐ ഡോണ്ട് തിങ്ക് ദിസ് ആർ ഓൾ ഫാക്ച്വൽ. കാരണം നമ്മൾ ലോകത്തെ പല യൂണിവേഴ്സിറ്റികളുടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെയും അതിന് അറ്റ്പാർ ആയിട്ടുള്ള കോഴ്സുകളും ഒക്കെയാണ് ഉള്ളത്. പക്ഷേ ഇതുപോലെയുള്ള ഫ്ലെക്സിബിലിറ്റി ഫ്രീഡവും പലപ്പോഴും കിട്ടാറില്ല. അതിൻ്റെ റൂട്ട് കോസ് ഈ അധ്യാപകന് കൊടുക്കുന്ന ഒരു അൺസർട്ടനിറ്റിയാണ്. ആ അൺസർട്ടനിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പുതിയ കാലഘട്ടത്തിലെ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ഒരു ഗുണം ലാബുകളിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. തിരിച്ചുള്ള പെർസ്പെക്റ്റീവും ടു സം എക്സ്റ്റെൻറ്റ് ആസ് എ ഫാക്കൽറ്റി ആയിട്ട് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പല കോഴ്സസിലും ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻ്റർവെൻഷൻ അല്ലാതെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പഠന താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇപ്പോൾ എക്സിക്യൂട്ടീവ് കോഴ്സസിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്, ഒരുപക്ഷെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, കാരണം അവിടെ ഒരു 20-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഒരു മേഖലയിൽ റിസർച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ഡെപ്തും ഗ്രാവിറ്റിയും ഒക്കെ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇന്നത്തെ പല സമ്പ്രദായങ്ങൾക്കകത്തും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇനിഷ്യൽ ഒരു കടന്നു വരാനുള്ള ഒരു ആദ്യത്തെ വാതിൽ തന്നെ അടഞ്ഞു കിടക്കുന്നതാണ്. പല എൻട്രൻസ് എഴുതണം, പല രീതിയിലുള്ള കടമ്പകൾ ചാടിക്കടന്ന് വന്നിട്ട് ഗൈഡിനെ കണ്ടെത്തണം. ഈ ഒരു പ്രോസസ്സ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റിസർച്ചിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് തിരിച്ച് നമുക്ക് വാല്യൂ അഡീഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രാറ്റജികളോ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം? തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത്. ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സമയത്ത് ഞങ്ങൾ റിസർച്ചിൻ്റെ ഫോക്കസിൽ വി ആക്ച്വലി ക്രിയേറ്റഡ് 3 ടൈപ്പ് ഓഫ് റിസർച്ച് പ്രോഗ്രാം. ഒന്ന് റെഗുലർ റിസർച്ച് പ്രോഗ്രാം, അത് ഫുൾ ടൈം, ദെൻ പാർട്ട് ടൈം, ദെൻ വി ക്രിയേറ്റഡ് ഇൻഡസ്ട്രി റിസർച്ച് പ്രോഗ്രാം. ഇൻഡസ്ട്രി റിസർച്ച് പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ഇത് പണ്ട് കാലത്താണ് നമ്മുടെ ഒരു തെറ്റായ ധാരണ, റിസർച്ച് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻഡസ്ട്രിയിൽ ഒന്നും നടക്കുന്നില്ല എന്ന്. ഇപ്പോൾ അങ്ങനെയല്ല. പല ഇൻഡസ്ട്രികളാണ് ഇന്നത്തെ റിസർച്ച് ലീഡ് ചെയ്യുന്നത്. ഇന്ന് IT മേഖല എടുക്കുകയാണെങ്കിൽ IT മേഖലയിൽ വന്നിട്ടുള്ള മേജർ റിസർച്ചുകളെല്ലാം വന്നിട്ടുള്ളത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നല്ല, ഇൻഡസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ ഇൻഡസ്ട്രി തന്നെ ഉള്ള ഒരു റിസർച്ച് ഗൈഡ് ഉണ്ടെങ്കിൽ ആ ഗൈഡിൻ്റെ കീഴിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് സ്കോളറിന്, ഇൻഡസ്ട്രി സ്കോളറിന് അവിടെ തന്നെ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഇവിടെ വരാനും കഴിയും. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. വി ആക്ച്വലി വാണ്ടഡ് ടു ഡു ദാറ്റ് ബിക്കോസ് വി കംപ്ലീറ്റ്ലി എൻഡോസ് ദാറ്റ് തോട്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ പ്രശ്നം ഇതാണ്, UGCയുടെ നോം അനുസരിച്ച് അവർ പറയുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷനിൽ 50% ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ 15 കൊല്ലോ 25 കൊല്ലോ ഇൻഡസ്ട്രി വർക്ക് ചെയ്ത ഒരാളോട് വളരെ ബേസിക് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി ക്വസ്റ്റ്യൻസിൻ്റെ പരീക്ഷ എഴുതാൻ പറയുന്നത് ഒരു ചലഞ്ചാണ്. ഇപ്പോൾ എനിക്ക് അടുത്തൊരു വളരെ എനിക്കൊന്ന് പോളിസി ലെവലിൽ ഏകദേശം 30 കൊല്ലത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇദ്ദേഹത്തിനോട് വന്നിട്ട് ഈ എക്സാം എഴുതാൻ പറയാമെന്ന് പറയുന്നത് തന്നെ ഒരു ചലഞ്ചാണ്. ഇതുകൊണ്ട് നമുക്ക് പലപ്പോഴും ബ്ലോക്കായി. ഇത് ഞങ്ങളുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കുഴപ്പമല്ല, പക്ഷേ ഇതാണ് നമ്മുടെ നാഷണൽ നോം. ഈ നോം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫാക്കൽറ്റി ആയിട്ട് ഇൻഡസ്ട്രി ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് നോംസ് ഗവൺമെൻറ് റിലാക്സ് ചെയ്തിട്ടുണ്ട്, UGC റിലാക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് PhD വേണമെന്നില്ല, നിങ്ങൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പ്രൊഫസറായിട്ട് വരാം. പക്ഷേ PhDക്ക് ഇപ്പോഴും ആ നോം കൊണ്ടുവന്നിട്ടില്ല, അറ്റ്ലീസ്റ്റ് നോർമലി കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ വി ഹാവ് ആക്ച്വലി ക്രിയേറ്റഡ് എ കമ്മിറ്റി ടു അഡ്രസ് ദിസ് ഇഷ്യൂ. ദിസ് എ സീരിയസ് ഇഷ്യൂ. അപ്പോൾ എങ്ങനെ നമുക്ക് UGC നോമിനകത്ത് നിന്നുകൊണ്ട് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള അല്ലെങ്കിൽ റിയലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സിനെ നമുക്ക് ഒരുപാട് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, ഇൻ ദി ലാസ്റ്റ് 5 years I should say that we lost lot of people who should have been doing research with us. ആൻഡ് അവർ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലേണിംഗ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം IIMലെ പ്രൊഫസർ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നോളജ് അങ്ങോട്ട് പോകുമ്പോൾ മാത്രമല്ല ചെയ്യുന്ന, ഇൻഡസ്ട്രിയുടെ പ്രാക്ടീസ് എന്താണ് എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യയിലെ വളരെ വലിയൊരു ഫേമസ് ആയിട്ടൊരു കമ്പനിയുടെ ഒരു ലോങ് ഡ്യൂറേഷൻ ട്രെയിനിങ് പ്രോഗ്രാം I have done. ആ കമ്പനി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ ഇൻസൈഡ് ഡെപ്ത് നമുക്കതിൽ നിന്ന് കിട്ടും. അതിൽ ഓരോ ന്യൂആൻസസ് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ക്ലാസ്സിൽ മീനിങ് ഫുൾ ആവുന്നത്. എങ്ങനെയാണ് ഒരു വളരെ ചെറുതായിരുന്നൊരു കമ്പനി ഒരു Fortune 500 കമ്പനി ആയിട്ട് ഇന്ത്യയിൽ നിന്ന് മാറിയത് എന്നത്
നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട കാര്യമാണ്. നാമതരണം അവർക്ക് അടുത്ത തലത്തിൽ അവരെ കമ്പനികളെ കൊണ്ടുവരാൻ കഴിയുക. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെപ്തിൽ അറിയണം, ന്യൂആൻസസ് അറിയണം. ഒന്നുകിൽ അധ്യാപകൻ പോയി ഈ ഇൻഡസ്ട്രികളിൽ വളരെ ഡീപ്പറായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവരുമായിട്ട് വളരെ ക്ലോസർ ഇൻട്രാക്ഷൻ വേണം. റിസർച്ച് ഈസ് എ ഫാന്റാസ്റ്റിക് വേ ഓഫ് ഡൂയിങ് ദാറ്റ്. കാര്യം ആ റിസർച്ചിനകത്ത് ടാസിറ്റും എക്സ്പ്ലിസിറ്റും ആയിട്ടുള്ള ഒരുപാട് നോളജ് ഷെയറിങ് നടക്കും. ഇതിനുള്ള എൻവറോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഉള്ളത് ഈ നോമാണ്. ഈ നോമാണ് ഇതിനൊരു നിൽക്കുന്നത്. ആ നോമിനെ എങ്ങനെ നമുക്ക് ആ നോമിനകത്തു നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ദേ ആർ ആക്ച്വലി വർക്കിംഗ് ഓൺ ദാറ്റ്. ഹൗ ഡു യു ആക്ച്വലി ടേക്ക് മോർ ഇൻഡസ്ട്രി ബേസ്ഡ് പീപ്പിൾ ഇൻ ടു ദ റിസർച്ച്? ആൻഡ് ഐ വെരി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് വി വാണ്ട് ദാറ്റ്. ഇപ്പോൾ നടക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നടക്കുന്നത് വളരെ ലിമിറ്റഡ് ആൾക്കാർ മാത്രമാണ് അങ്ങനെയുള്ളത് പോകുന്നത്. താങ്കൾ പറഞ്ഞതാണ് ഇഷ്യൂ. ഈ ടെസ്റ്റും ഇൻ്റർവ്യൂസ് ഒക്കെ ടെസ്റ്റും ഒക്കെ നടന്നിട്ട് വരുമ്പോൾ പലപ്പോഴും അവർ അവിടെ ഫെയിലായി പോകും. അതെ, എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾ തന്നെ ചിലപ്പോൾ അത് തമാശയായിട്ട് നമ്മൾ പറയാറുണ്ട്, ഈ പരീക്ഷ അധ്യാപകർ എഴുതിയാൽ പോലും പാസ്സാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഹൗ ഡു യു എക്സ്പെക്ട് ദം somebody who has worked so many years in industry to come in? അത് മാറേണ്ട ആവശ്യമാണ്. അതൊരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോടുകൂടി ഒരുപാട് വലിയ സാധ്യതകൾ തുറന്നു വരുന്നുണ്ട്. പഠിക്കാനുള്ള ഒരു വലിയ അവസരം, പ്രത്യേകിച്ച് ഇപ്പോൾ എങ്ങനെ ഒരു റിസർച്ച് നടത്തണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു പഠനത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് വളരെയധികം എളുപ്പമായി മാറുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതുണ്ടാക്കുന്ന ചില സ്പെസിഫിക് ചലഞ്ചസും ഉണ്ട്. ഒന്ന്, ഒരു ഫസ്റ്റ് ഓർഡർ തിങ്കിങ്ങിൻ്റെ ഒരു ലാക്ക്. എന്തും AI തരുന്നത് വിശ്വസിച്ച് അതിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോവുക. പ്ലാജിയറിസത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ അൽഗോരിതമിക് ആയിട്ടുള്ള പലതരം ഹാലൂസിനേഷൻ്റെയും ഔട്ടൊക്കെ തന്നെ റിസർച്ച് പേപ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇതിനെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് അസസ് ചെയ്യുന്നതോ റിവ്യൂ ചെയ്യുന്നത് പോലും AI ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു പേഴ്സണൽ ഇൻ്റർവെൻഷൻ വരാത്തതുണ്ട്. അപ്പോൾ റിസർച്ചിൻ്റെ മേഖലയിൽ സ്വതന്ത്രമായി റിസർച്ച് ചെയ്യുന്ന AI സിസ്റ്റംസ് പോലും ഇപ്പോൾ വരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയെ എങ്ങനെയാണ് ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം അഡ്രസ്സ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഒരുപാട് അതിനു വേണ്ടിയിട്ടുള്ള നയങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. UGC അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സംഭവത്തിനെ കൊണ്ടുവന്നതായി എൻ്റെ അറിവിലില്ല. പക്ഷേ സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് അതുമായി ബന്ധപ്പെട്ട്? ഒരുപക്ഷെ ഒരു റിസർച്ചർ എന്ന രീതിയിൽ ഏറ്റവും വലിയ ചലഞ്ചിങ്, റിസർച്ചർ എപ്പോഴും മിയാൻഡർ ചെയ്യും. ആ മിയാൻഡറിങ്ങിലാണ് പലപ്പോഴും നമ്മൾ ആ ചുറ്റുപാടും പോയി കാണാത്ത കാര്യങ്ങൾ കാണുകയും അതിനെ പിന്നീട് അങ്ങനെയാണല്ലോ നമ്മൾ റിസർച്ച് പ്രോബ്ലം തന്നെ ആയിട്ട്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് റിസർച്ചറാണ്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറുള്ള AI ടൂൾസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണമെന്നും അതിൻ്റെ ഹോൾ പ്രോസസ്സും ചിലപ്പോൾ അതിൻ്റെ എന്താ മെത്തഡോളജി വരെ അത് ആ ഹോൾ പ്രോസസ്സ് ഏജൻറ്റിക് AI വരുന്നതോടുകൂടി അത് വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ അസസ്മെൻറ്റിൻ്റെയും പ്ലേഗറിസത്തിൻ്റെയൊക്കെ ഇഷ്യൂ ഇതിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയും അസസ്മെൻറ്റിൻ്റെ ഇഷ്യൂ ആണ് നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ അസസ്മെൻറ്റ് ഇഷ്യൂയാണ് ഇവിടെ വീണ്ടും ചലഞ്ചിങ് ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ പലപ്പോഴും റിസർച്ചിനെ അസസ് ചെയ്യുന്നത് ഒരു തീസിസിലോ അതിൽ നിന്ന് വരുന്ന ഒരു നോളജ് ക്രിയേഷൻ വിച്ച് ഇസ് കമ്മിങ് ത്രൂ എ പേപ്പേഴ്സ്, ഇതിനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ചൈനയിൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ബേസ്ഡായി PhD ചെയ്യാനായിട്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhD കിട്ടുന്ന രീതിയിലേക്ക് ചില യൂണിവേഴ്സിറ്റിയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് യു ഹാവ് ടു ഷോ എ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓൺ ദാറ്റ്. യൂറോപ്പ് പോലെയുള്ള ചില സ്ഥലങ്ങളിൽ, യൂറോപ്പിലെ ചില രാജ്യങ്ങളിലെ ഇമ്പാക്റ്റ്, നിങ്ങളുടെ റിസർച്ചിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അത് എത്ര ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നു എന്നത് ഒരു അസസ്മെൻറ്റ് ടൂളായിട്ട് അല്ലെങ്കിൽ മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യേണ്ട ആവശ്യമാണ് തീർച്ചയായിട്ടും. കാരണം കൺവെൻഷണൽ രീതിയിലുള്ളൊരു PhD എന്ന് പറയുന്നത് പലപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ഇതിന് ഒരു കാരണം കൂടിയുണ്ട്. കാരണം PhD എന്ന് പറയുന്നത്, അഗെയിൻ ഇറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്, PhD എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ടല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വി ഷുഡ് ഫോക്കസ് ഓൺ ദി പ്രോസസ്. ഒരു റിസർച്ച് പ്രോസസ്സാണ് PhD പ്രോഗ്രാം പഠിപ്പിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഓഫ് അവർ യൂണിവേഴ്സിറ്റീസ് മെഷർ ദി ഔട്ട്പുട്ട്. ദേ ഡോണ്ട് ഫോക്കസ് ഓൺ ദി പ്രോസസ്. പ്രോസസ്സ് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നുമില്ല. കാരണം പ്രോസസ്സ് ഞാൻ ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഔട്ട്പുട്ടാണ് നോക്കുന്നത്, തീസിസാണ് നോക്കുന്നത്. ഈ റിസർച്ച് ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് അയാൾക്ക് റിസർച്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് PhD കൊണ്ടുവരുന്നത്. PhD ഒരു റിസർച്ച് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ആ റിസർച്ച് ട്രെയിനിങ് പ്രോഗ്രാമിൽ പ്രോസസ്സല്ലേ നോക്കേണ്ടത്, ഔട്ട്പുട്ട് അല്ലല്ലോ. ഇപ്പോഴും നമ്മൾ നോക്കുന്ന ഔട്ട്പുട്ടാണ്. ആ ചേഞ്ച് നമുക്ക് നമ്മുടെ അസസ്മെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഇത് വളരെയധികം മാറ്റം. ഇൻട്രസ്റ്റിംഗ്ലി വി ഹാവ് ബിൽഡ് ദാറ്റ്. ഇതെല്ലാം നമ്മുടെ ആക്ച്വൽ PhD പ്രോസസ്സിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറൽ കമ്മിറ്റീസ് ഉണ്ട്, അവിടെ മെഷർ ചെയ്യാനുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ somehow we finally look at what is the final output.
ആ ഫൈനൽ ഔട്ട്പുട്ട് പലപ്പോഴും AI ജനറേറ്റഡ് ആവും. അതിനുവേണ്ടി പിന്നെ പ്ലേഗറിസം ചെക്കിംഗ് ടൂൾസ് വരും. ആ പ്ലേഗറിസം ചെക്കിംഗ് ടൂൾസിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള AI സിസ്റ്റംസ് വരും. സോ ഇറ്റ് ബിക്കംസ് എ കണ്ടിന്യൂസ് ഗെയിമിംഗ് സോർട്ട് ഓഫ് എ തിങ്. അത് മാറേണ്ട ആവശ്യമുണ്ട്. പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഇമ്പാക്റ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ പ്രോസസ് ഫോക്കസ്ഡ് ആണെന്നുള്ളതാണ്. ടു ബി ഫ്രാങ്ക്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും അതിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാര്യം ഒരു ലെവൽ വരെ നമ്മൾ ഗൈഡിൻ്റെ ഗൈഡ് ഓൾസോ യൂസസ് AI. സോ ഗൈഡ് വിൽ നോ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഹൗ മച്ച് ദ സ്റ്റുഡൻറ്റ് ഈസ് ആക്ച്വലി യൂസിങ് എന്നുള്ള ജഡ്ജ്മെൻറ്റിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ അത് ഓവർ ദി പീരീഡ് when the numbers increases, this is definitely an issue to be addressed as such. അപ്പോൾ നമുക്ക് ഒരുപാട് പേപ്പേഴ്സ് വരും. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ANRF പോലെയുള്ളവർ പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പേപ്പർ റിട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ then you are not even eligible to apply for a thing. അപ്പോൾ റിട്രാക്ഷൻ പോലെയുള്ള സാധനങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു AI വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് റിട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതെനിക്കൊരു ബ്ലാക്ക് മാർക്ക് ആവുന്നു എന്നത് ഒരു പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇസ് സച്ച് എ ലാർജ് കൺട്രി. You have a heterogeneous number of people. Somebody who is seriously doing about research, and there are other side people who are taking it only for a PhD ഡിഗ്രിക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ ആണ് നമ്മളിത് നോക്കേണ്ടത്. പക്ഷേ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ലേണർ. അത് എഗെയിൻ ആ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് ഇത് വീണ്ടും തിരിച്ചു വരുന്നത്. ഇതിൻ്റെ ചെയ്യുന്നത് എന്തിനാണ്? എനിക്കൊരു ഡിഗ്രി കിട്ടാനും ആ ഡിഗ്രി വെച്ച് ജോലി കിട്ടാനും എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് ഇതുകൊണ്ട് എനിക്ക് ഒരു മാറ്റം, യു ആർ ആക്ച്വലി പുഷിങ് ദ ബൗണ്ടറി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പഠിപ്പിക്കുന്നില്ല എന്നത് ഒരു ചലഞ്ചാണ്.